ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് പള്ളിയിൽ പോവാം. ഇതാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് ഞങ്ങളുടെ 3ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. സോ പള്ളിയിൽ പോകാൻ വേണ്ടി ഞാൻ റെഡിയായി. കുഞ്ഞുവാവ ഈ റൂമിൽ കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ അവനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, മമ്മീനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ ആംഗ്യ ഭാഷയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പള്ളി കഴിഞ്ഞ് ഞങ്ങളുടെ വന്നു, ഡ്രസ്സൊക്കെ മാറി. ഇനി കേക്ക് മുറിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ കേക്കൊക്കെ ഇങ്ങനെ റെഡിയാക്കി. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കേക്കൊക്കെ മമ്മിയും ബ്രദറും കൂടെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് ഒരെണ്ണം മമ്മി ഇന്നലെ ഉണ്ടാക്കി കേട്ടോ. മമ്മി ഒരു ക്യാരറ്റും ഡേറ്റ്സും കൂടെ പുഡിംഗ് കേക്ക് ഒരെണ്ണം മമ്മി ഉണ്ടാക്കി. പിന്നെ അവനൊരു കേക്ക് വേറെ വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ 3ാമത്തെ ആനിവേഴ്സറി ആണെങ്കിലും അവൻ ഇത് എഴുതിയപ്പോഴത്തേക്ക് 4 എന്നാണ് കേട്ടോ എഴുതിക്കൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടാണ് അവൻ കേക്കെല്ലാം എഴുതിപ്പിച്ചുകൊണ്ട് വന്നത്. അതായത് നമ്മുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി കേക്ക് മുറിക്കാനുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങളിത് പ്രാർത്ഥനയൊക്കെ എത്തിച്ച് അങ്ങനെ ഞങ്ങൾ കേക്ക് മുറി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ സുട്ടു വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. അപ്പോൾ 3ാമത്തെ ആനിവേഴ്സറി ഞങ്ങൾ 3 പേരും കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവനിങ്ങനെ അന്തം വിട്ടിരിക്കും, ഇതന്നെ ഇവർ കാണിക്കുന്നതെന്നൊക്കെ നോക്കി എല്ലാവരും അവന് കൊടുക്കാത്തതിന് അവനീ നോക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനത്തെ സാധനങ്ങളൊന്നും പൊതുവെ കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ അറ്റത്തൊന്ന് വെച്ച് കാണിച്ചു, പക്ഷെ അത് കിട്ടിയില്ല. അത് അവനൊരു എക്സ്പ്രഷൻ ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ ഡാഡി മമ്മിയും അമ്മച്ചിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ സെറ്റപ്പ് ആക്കി. എല്ലാവരും ചോദിക്കാൻ ഗിഫ്റ്റ് തന്നതെന്ന്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഗിഫ്റ്റിൻ്റെ പരിപാടി ഇല്ല കേട്ടോ. കാരണം ആദ്യം തൊട്ടേ ഞങ്ങൾ തമ്മിൽ ഗിഫ്റ്റില്ല. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് മാത്രം ഞങ്ങൾ വാങ്ങിച്ചു. പിന്നത്തെ ബർത്ത്ഡേ മക്കൾക്ക് സ്പെഷ്യലായിട്ട് എന്താണ് മമ്മി കറിയാ കേട്ടോ ഉദ്ദേശിച്ചത്, കപ്പയും ബീഫും. പിന്നെ അയ്യോ ഞാൻ എനിക്ക് വയ്യച്ചിരിക്കാൻ. അപ്പം ഞാനാണെങ്കിൽ രാവിലെ ഇന്ന് വൈകിട്ട് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാനുള്ള പർച്ചേസിന് പോവാ. എൻ്റെ മമ്മിയുടെ അഭിപ്രായം ഓക്കെ. ഓക്കെ മമ്മി. അപ്പം ഞാൻ വൈകുന്നേരത്തെ ഡിന്നർ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുകയാണ്. ശരിയാകുമെന്ന് എനിക്കറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ പച്ചക്കറി മാർക്കറ്റിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴാണെങ്കിലും തിരിച്ചു വരുന്നത് എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. ചേട്ടൻ എന്നെ ഇറക്കി വിട്ടിട്ട് പോകുമെന്നാണ് പറഞ്ഞത്. കാരണം ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം. ചേട്ടായി വന്ന് എന്നെ സൂപ്പർ മാർക്കറ്റിൽ ഇറക്കിയിട്ട് ചേട്ടായി തിരിച്ച് ഷോപ്പിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പേപ്പറിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്, ജനത സ്റ്റോഴ്സ് വാടാനപ്പള്ളി. അപ്പോൾ ഇത് ഫെബിൻ എൻ്റെ ബ്രദറാണ്. ഇവനാണ് ഈ സൂപ്പർ മാർക്കറ്റ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതേ തിരിച്ചെത്തി. അപ്പം മമ്മിയും മോനും എന്നെ നോക്കി അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു നാടകത്തിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ നാടകം ചിക്കൻ മന്തി. അപ്പോൾ അത് എന്താകുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ബീഫ് മന്തി ഉണ്ടാക്കി കേട്ടോ. യൂട്യൂബിലൊക്കെ കണ്ട് കുറേ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നുള്ള റെസിപ്പികളൊക്കെ തപ്പിയെടുത്ത് ഞാൻ ഒരു ബീഫ് മന്തി ഉണ്ടാക്കി. അത് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. കാരണം ഇവനുള്ളതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അടുപ്പിച്ച് 2 മണിക്കൂർ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്കി ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വലിയ പ്രോ ഇതുമല്ല, സിമ്പിളായിട്ടുള്ള ചിക്കൻ മന്തിയാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ, കമൻറ്റ് ചെയ്യണോ വേണ്ടതെന്ന്. അത് കറക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിതേ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് 2 മണിക്കൂറൊക്കെ മാരിനേഷൻ ഉണ്ട്. മാരിനേഷൻ വേണ്ടി ഞാനിങ്ങനെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാനപ്പോൾ പുറത്ത് തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് നമുക്ക് നോക്കാം എന്താവുമെന്ന്. അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഇതിന് ഹൈ ഫ്ലെയിം ലോ ഫ്ലെയിം വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് ആ ഒരു പ്രത്യേക കളറിലേക്കൊക്കെ എത്തിക്കണം. അപ്പം ഇതിൽ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് കളർ കുറവ് പോലെ തോന്നും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കളർ ചേർത്തിട്ടില്ല. ആക്ച്വലി ഈ യൂട്യൂബിലൊക്കെ കാണിക്കുമ്പോൾ എല്ലാം അവർ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഈ ചിക്കന് മാരിനേഷൻ്റെ സമയത്ത്. അപ്പം ഞാൻ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ റോ കളറിലിരിക്കുന്നത്. അപ്പം ഞാൻ ഫുഡ് കളർ ചേർക്കാത്തത് കൊണ്ട് ഇതിന് ഇത്തിരി കളർ കുറവ് പോലെ തോന്നും കേട്ടോ. അതിങ്ങനെ ഇനി ആ ഗോൾഡൻ കളറിലേക്ക് എത്തിയാലും ആ ഒരു യൂട്യൂബിലൊക്കെ കാണുന്ന ഒരു കടയിൽ നിന്ന് കിട്ടുന്ന ഫിനിഷിങ്ങിൽ കളറിൽ കിട്ടില്ല. അതിനെന്ന് വെച്ചാൽ നമ്മൾ കളർ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് എന്തായാലും ഫ്രൈ ആവുന്ന പോലത്തെ ഒരു ഷെയ്ഡ് വരണം. അപ്പോൾ അത് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഒരു ഗോൾഡൻ ഓറഞ്ച് പോലത്തെ ആ ഒരു അത്രയും ഒരു പെർഫെക്റ്റ് കളറിലേക്ക് എന്തായാലും വരില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇനി എനിക്ക് റൈസ് വേവിക്കണം. റൈസും കൂടെ വേവിച്ച് ജസ്റ്റ് മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി ഇങ്ങനെ
ആവാനാണ് ഒരിത്തിരി സമയം എടുക്കുന്നത്, കുക്കായി ഫ്രൈ ആയി വരാൻ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് റൈസും കൂടെ ഞാനിപ്പോൾ ഏതായാലും കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് ദമ്മിടുന്ന ഒരു പ്രോസസ്സാണ് പിന്നെ ഉള്ളത്. അപ്പോൾ നമ്മുടെ റൈസിനുള്ള വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് ഇത് ഞാനിവിടെ ഇങ്ങനെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി റൈസ് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ റൈസ് ഇത് വെട്ടി തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫ്ലേവറൊക്കെ കുഴപ്പമില്ല, ചെറുതായിട്ട് ഇതിന് ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നമ്മുടെ മന്തി പരിപാടികൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് തരാം. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ദമ്മ് ചെയ്യാൻ പോവാം കേട്ടോ. ഈശ്വര, എന്താവോ ഇപ്പോഴും നമുക്ക് ആ ഫ്ലേവർ കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ ഇത് ദമ്മ് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനറിയില്ല. ചിക്കൻ തന്നെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല, റൈസ് തന്നെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ദമ്മ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ കനലും കരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുകച്ചൊക്കെ എന്തൊക്കെയാണ് വീട് തന്നിട്ട് മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അതിനുള്ള പണിയിലേക്ക് ഇറങ്ങുവാണ്. ഞാൻ നോക്കണേ കാണിച്ചു തരാൻ പറ്റുമെന്ന്. എൻ്റെ സ്റ്റാൻഡ് ആണെങ്കിലും ആക്ച്വലി ഞാൻ മടക്കി എടുത്ത് വെച്ചിരിക്കും. അത് ഇനി തിരിച്ചൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും എൻ്റെ ബാക്കി പണികളൊക്കെ വീണ്ടും ഇതാവും, മെസ്സിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് എടുക്കുന്നില്ല. ഞാൻ എന്തായാലും റൈസ് ഇതും കൂടെ ദം ചെയ്യാൻ പോകട്ടെ. അതിന് മുന്നേ ഞാൻ ചിക്കൻ ജസ്റ്റ് കാണിച്ചു തരാം. റൈസ് ഞാൻ ഓൾറെഡി ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദൈവമേ നമുക്ക് ശരിയായോ മതിയായിരുന്നു, എനിക്ക് ഇവരെല്ലാവരും കൂടെ എന്നെ ഇവിടെ നിർക്കണം. അപ്പോൾ നമ്മുടെ കസിൻസ് രണ്ട് പേരെ അവരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ മന്തി കഴിക്കാൻ വേണ്ടി. അപ്പോൾ അവന്മാരെന്നെ കൊല്ലും ഇതെങ്ങനെ കുളമാണ് ഈ കളിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ, എനിക്ക് സംഭവിക്കും, നമ്മളങ്ങനെ ഒരുപാടൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഞാനിത് ഉണ്ടെങ്കിൽ എല്ലാവരുടെ ഫീഡ്ബാക്കൊക്കെ ഞാൻ ചോദിക്കാം. ദമ്മ് പൊട്ടിക്കുന്ന സാധാരണ ചേട്ടായാണ് കേട്ടോ. ഞാൻ എല്ലാ സാധനവും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് യൂഷ്വലി ഞാൻ ചേട്ടായിനെ വിളിച്ച് ചേട്ടായിയെ കൊണ്ടാണ് ഞാൻ ദമ്മ് പൊട്ടിപ്പിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ചേട്ടായി വരുമ്പോഴത്തേനും ദമ്മിട്ട് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ദമ്മ് പൊട്ടിക്കാൻ ചേട്ടായി വരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാട്ടോ ചിക്കൻ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടെങ്കിൽ ഇതിന് മുകളിലേക്കാണ് നമ്മൾ ദമ്മ് ചെയ്യാൻ പോകുന്നത്. അതേ റൈസും റെഡിയായി, നമ്മുടെ ചിക്കനും കൂടെ ഉണ്ട്. ഞാൻ സെറ്റ് ചെയ്യാൻ പോകാം. ഇത് ഞാനിത് സെറ്റ് ചെയ്യുന്ന കേട്ടോ. ഇങ്ങനെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ വീഡിയോ ഇങ്ങനെ കൂടെ പിടിക്കുന്നതുകൊണ്ട് ചിലപ്പം കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്തിടുകയാണ് കേട്ടോ. ബാക്കിയും കാണിച്ചിട്ടേ. അപ്പോൾ ഇത് ഞാൻ ചാർക്കോൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് ഒന്ന് കത്തിച്ചിട്ട് പുകയായിട്ട് ഇതിനകത്തേക്ക് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ദം ചെയ്യാൻ. ഓക്കെ, ലെറ്റ്സ് ഡു ദാറ്റ്. അങ്ങനെ ഞാൻ ദമ്മൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാനൊക്കെ പോയിട്ട് തിരിച്ച് വരാം. അപ്പോഴത്തേക്കും അത് ദമ്മൊക്കെ ഇതായി റെഡി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ചേട്ടയൊക്കെ വരും, എല്ലാവരും വരും, നമുക്ക് സെറ്റ് ചെയ്യാൻ ദമ്മ് പൊട്ടിക്കാം. അപ്പം ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മന്തി അവിടെ ഇങ്ങനെ ദമ്മായിട്ടിരിക്കും കേട്ടോ. അപ്പം ചേട്ടായി വന്നു, ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പം അവനിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഞാൻ ചെന്നിട്ട് ദമ്മ് ഞാൻ എന്തായാലും പൊട്ടിച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇങ്ങനെ പൊട്ടിക്കാനായിട്ടൊരു സമാധാനം കിട്ടത്തില്ല എന്ന് പറയത്തില്ല. അപ്പോൾ അതുപോലെ പൊട്ടിക്കാനായിട്ടൊരു സമാധാനമില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ ദമ്മ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് താഴേക്ക് പോകാം, എന്നിട്ട് അവിടെ ചെന്ന് ദമ്മ് പൊട്ടിക്കാം കേട്ടോ. എന്താവുമോ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം നമ്മൾ വീട്ടിലുള്ളവർ മാത്രം കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. രണ്ടുപേര് അവർ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ്. എന്നാലും അവന്മാരെ കളി വെക്കും, അതും കൊണ്ടാണ്. അപ്പോൾ ഏതായാലും നോക്കട്ടെ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഭയങ്കര ആ ഒരു ടേസ്റ്റിലേക്ക് എത്തുമോ എന്നുള്ളത് ദമ്മ് മിക്സ് ചെയ്താലേ നമുക്ക് സത്യത്തിൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് എനിക്കൊരു ടെൻഷൻ. അപ്പോൾ ഏതായാലും താഴെ ചെന്ന് നമുക്ക് ദമ്മ് പൊട്ടിക്കാം. അപ്പോൾ എല്ലാവരും നമുക്കൊന്നിച്ച് പോയി ദമ്മ് പൊട്ടിക്കാം. ഓക്കെ, കം ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുറന്നത് മൊത്തം ഇളക്കിയാൽ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ടെസ്റ്റർ വന്നിട്ടുണ്ട്. ഇവിടെ ടെസ്റ്ററിനെ കാണുന്നില്ല. ടെസ്റ്റർ ഞാൻ നമ്മുടെ ഇത് മൊത്തം ഞാൻ ഇളക്കിയിട്ടില്ല കേട്ടോ. എനിക്കറിയത്തില്ല, ചിക്കൻ കാലൊക്കെ വരുന്നത്. അപ്പം തന്നെ അതായത് ഫ്ലേവർ കിട്ടണമെങ്കിൽ അത് ദൈവമേ എന്തായി ആണോ? ശരിക്കോ? എന്നെ സമാധാനിപ്പിക്കാമല്ലോ. ഞാൻ മൊത്തം ഇളക്കണം. കൊള്ളാം, കുഴപ്പമില്ല. യാ വിചാരിച്ചത്ര പരാജയമല്ല. കൊള്ളാം. അപ്പം ഞാനിനി ഇത് സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. വിളമ്പി എടുക്കാൻ പോകാം. എല്ലാവരും വന്നപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന എത്തിക്കാം. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റൊക്കെ ഓക്കെ.
പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും ഒരു ഫ്ലേവർ കുത്തലായിട്ടുള്ള ഫ്ലേവർ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇളക്കി നോക്കട്ടെ നല്ലോണം, എന്നാലേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഞാൻ കോർണറിൽ നിന്ന് ഇങ്ങനെ എടുക്കുമല്ലേ അത് മമ്മി ഒറ്റയ്ക്ക് ചിക്കൻ ഡെക്കറേറ്റ് ചെയ്ത ചിക്കൻ്റെ ബാക്കി. എങ്ങനെയുണ്ട് ചിക്കൻ? ഫ്ലേവറൊക്കെ മമ്മീഷൻ്റെ മമ്മി ഒറ്റ നന്നായിട്ട് എങ്ങനെയുണ്ട്? നല്ല സൈസ് ഹോട്ടലിലെ ഫുഡ് പോലെ